ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ജൂൺ 24 വിശുദ്ധ സ്നാപയോഹന്നാന്റെ പിറവി തിരുനാൾ. നമ്മൾ ഈ തിരുനാളിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നും കൂടി ഓർപ്പിക്കുകയാണ്. ക്രിസ്മസ് ഡിസംബർ 25 കണക്റ്റഡ് ആണ് ഈ തിരുനാളുകളെല്ലാം തന്നെ. ക്രിസ്മസിന് മുന്നോടിയായിട്ട് നമ്മൾ മംഗളവാർത്ത കണക്കാക്കുന്ന 9 മാസം പുറകോട്ടാണ്. 9 മാസം പുറകോട്ട് മംഗളവാർത്ത നമ്മൾ കണക്കാക്കുമ്പോൾ മാർച്ച് 25 നമ്മൾ കണക്കാക്കുമ്പോൾ അന്ന് മംഗളവാർത്ത കിട്ടുന്ന ദിവസം പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോ ഉരുവാകുന്ന സമയത്ത് ഗബ്രിയേൽ മാലാഖ ഒരു കാര്യം പറയുന്നുണ്ട്. നിന്റെ ചാർച്ചക്കാരി എലിസബത്തിന് 6-ാം മാസമാണ്. അപ്പം അവിടുന്ന് പിന്നെ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എത്തുമ്പോൾ ആ 3 മാസങ്ങളും കൂടെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കാണ് സ്നാപയോഹന്നാന്റെ ജനനം. അത് 25 24 കർത്താവിന്റെ ജനനത്തിരുനാളിന്റെ തീയതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദിവസം മുൻകൂട്ടി ജ്യേഷ്ഠനായ സ്നാപയോഹന്നാന്റെ തിരുനാൾ, ജനനത്തിരുനാൾ നമ്മൾ ആചരിക്കുകയാണ്. നമ്മളിങ്ങനെ പരിശുദ്ധ അമ്മയുടെ തിരുനാളും യോസേപ്പിതാവിന്റെയും തിരുനാളൊക്കെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളായിട്ടാണ് സ്നാപയോഹന്നാന്റെ തിരുനാളുകൾ, സ്നാപയോഹന്നാന്റെ രക്തസാക്ഷിത്വ തിരുനാളും ജനന തിരുനാളും, 2 തിരുനാളുകളെയും സഭ കണക്കാക്കുന്നത്. ഇതൊരു മഹോത്സവങ്ങളുടെ ഗണത്തിൽപ്പെട്ട സോളമനിറ്റീസ്, അതായത് വലിയ തിരുനാളുകളുടെ ഗണത്തിൽപ്പെട്ട ഒരു തിരുനാൾ കൂടിയാണ്. 2 വായനകളും മറ്റ് പ്രാർത്ഥനകളും ഒക്കെ അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ സ്നാപയോഹന്നാന്റെ ജനനം ഒരു പുതിയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് സ്നാപയോഹന്നാൻ. സ്നാപയോഹന്നാനെ കുറിച്ച് ഈശോ പറഞ്ഞ വാക്യം നമുക്ക് ഓർക്കാം. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനെ വേറൊരാളില്ല എന്ന് ഈശോ സർട്ടിഫൈ ചെയ്യുകയാണ്. പിന്നെ പറയുന്നുണ്ട്, സ്നാപയോഹന്നാന്റെ കാലം വരെ സ്വർഗരാജ്യം ബലവാന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ബലവാന്മാർ ബലപ്രയോഗത്തിലൂടെ ഇത് കരസ്ഥമാക്കും. സ്വർഗരാജ്യം ബലപ്രയോഗത്തിലൂടെ കരസ്ഥമാക്കിയ സ്നാപയോഹന്നാനെ ഈശോ പരിചയപ്പെടുത്തുകയാണ്. സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ നിന്ന് ഇവനേക്കാൾ ശ്രേഷ്ഠനായ വലിയവനായി വേറൊരാളില്ല എന്ന് പറയുക. ശത്രുവായ ഹെറോദോസ് സ്നാപകനെ കുറിച്ച് പറഞ്ഞ വാക്യം നമ്മൾ ഓർക്കണം. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന സ്നാപകനെ കുറിച്ച്, സ്നാപകനെ വകവരുത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതിന്റെ കാരണം ലൂക്കാസ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഹെറോദോസ് അവനെ ഒരു നീതിമാനും വിശുദ്ധനുമായി പരിഗണിച്ചിരുന്നു. അവൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുവാൻ അവന് ഇഷ്ടമായിരുന്നു. നീതിമാനും വിശുദ്ധനുമായ സ്നാപകൻ. അപ്പം സ്നാപയോഹന്നാന്റെ 2 ക്വാളിറ്റീസ് ആണ് പറയുന്നത്. അയാൾ നീതിമാനും വിശുദ്ധനുമായിരുന്നു. നീതിമാനും വിശുദ്ധനും. എവിടുന്ന് കിട്ടി ഇദ്ദേഹത്തിന് ഈ ക്വാളിറ്റീസ്? നമ്മൾ വ്യക്തമായിട്ടും ബൈബിളില് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് ഈ സ്നാപയോഹന്നാനെ കുറിച്ചുള്ള മംഗളവാർത്ത സക്രിയാക്കി കിട്ടുന്നത്. സത്യത്തില് നമ്മൾ ഓർക്കണം, അതിന്റെ ആ ലൂക്കായുടെ സുവിശേഷത്തിലെ ആ രചന നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഈശോയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതിന് കൃത്യം പാരലായ രീതിയിൽ സ്നാപകന്റെ ജനനത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. മംഗളവാർത്തയ്ക്ക് പാരലായിട്ട് സക്രിയയുടെ സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഈ 2 പേരും ഒരുമിച്ച് വരുന്നില്ല നമ്മൾ കാണുന്നുണ്ട്. ഉദരത്തിൽ വെച്ച് 2 പേരും കണ്ടുമുട്ടുന്ന രീതിയിൽ ആ സന്ദർശനം നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ജനനത്തെക്കുറിച്ചും കൃത്യമായൊരു വിവരണം 2 പേരുടെയും ജനനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറിയത്തിന്റെ സ്തുതിഗീതം പോലെ തന്നെ സക്രിയയുടെ സ്തുതിഗീതവും നമുക്ക് വായിക്കാൻ സാധിക്കും. ഇങ്ങനെ ബെനഡിക്തൂസും മാഗ്നിഫിക്കാത്തും 2 സ്തുതിഗീതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു കൃത്യമായ പാരലൽ റൈറ്റിംഗ് നമുക്ക് ഈ 2 വ്യക്തികളുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കാൻ സാധിക്കും. ഇവിടെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 15, 16, 17 വാക്യങ്ങളിലായിട്ട് സ്നാപയോഹന്നാനെ എങ്ങനെ പരിചരിക്കണം, അല്ലെങ്കിൽ സ്നാപയോഹന്നാൻ ജനനത്തിന് മുമ്പും ജനനത്തിന് ശേഷവും എങ്ങനെ ശ്രദ്ധിക്കപ്പെടണം, പരിചരിക്കപ്പെടണമെന്ന് കൃത്യമായിട്ടും അപ്പന് നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ പറയുന്നതിനാണ്: നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും, അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും, കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. ഈശോ പിന്നീട് പറയുന്നുണ്ട് വലിയവനാണെന്ന്. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇതൊക്കെ വളരെ ഒരു വേറൊരു വ്യക്തിക്കും ഇല്ലാത്ത ക്വാളിറ്റീസ് ആണ് ഈ പറയുന്നതൊക്കെ. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും ഇല്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടുവാനും സജ്ജീകൃതമായ ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും. നമ്മൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ അപ്പന്റെയും അമ്മയുടെയും ഗുണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു നല്ല ക്രിസ്തു ശിഷ്യൻ, അല്ലെങ്കിൽ ക്രിസ്തുവിന് മുന്നോടിയായി പോകത്തക്ക രീതിയിൽ ക്രിസ്തുവിന്റെ ജീവിതത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു വ്യക്തിത്വം എന്ന് സ്നാപയോഹന്നാൻ നമ്മൾ വായിക്കുമ്പോൾ, സ്നാപയോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് പറയുന്നു. എങ്ങനെ ഇങ്ങനെ ഒരു മകൻ ജനിച്ചു?
സ്നാപയോഹന്നാൻ എന്ന് പറയപ്പെടുന്ന ഒരു കുട്ടി ജനിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്നാപയോഹന്നാന്റെ അപ്പന്റെയും അമ്മയുടെയും ക്വാളിറ്റി വ്യക്തമായും ലൂക്കാ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമുക്ക് മുമ്പിലുള്ള ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിചിന്തനം. ആ വാക്യം ലൂക്ക 1:6 നമ്മൾ വായിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്: അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർ ഒരുപാട് പ്രാർത്ഥിച്ചെന്നോ, അവർ ലിറ്റർജി ആക്ടിവിറ്റീസ് വളരെ കൃത്യമായി പാലിച്ചെന്നോ, അവര് ആചാര അനുഷ്ഠാനങ്ങളും നേർച്ച കാഴ്ചകളും കൃത്യമായി പാലിച്ചവരാണെന്നോ അല്ല ബൈബിള് പറയുന്നത്. ബൈബിള് പറയുന്നത് അവർ നീതിനിഷ്ഠരായിരുന്നു, കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിച്ചവരായിരുന്നു. കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും നീതിയോടുകൂടി ജീവിച്ചു, കരുണയോടുകൂടി പെരുമാറി, വിശ്വസ്തത പുലർത്തി അവർ അവരുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി മാറ്റി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും കുറ്റമറ്റ വിധം അനുസരിച്ചു, നീതിനിഷ്ഠരായിരുന്നു. ഫസ്റ്റ് ക്വാളിറ്റി പറയുന്നത് നീതിനിഷ്ഠരായിരുന്നു. അപ്പനും അമ്മയും നീതിമാന്മാരായി ജീവിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനകത്തുനിന്ന് ക്വാളിറ്റി ഉണ്ടാകത്തുള്ളൂ. ഈ ഈ സക്രിയായും എലിസബത്തിനും നീതി ഇല്ലായിരുന്നെങ്കിൽ സ്നാപയോഹന്നാൻ നീതി ഉണ്ടാകത്തില്ലായിരുന്നു. അത് വ്യക്തമാക്കുന്ന ഒരു സുവിശേഷമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിതിനെ ഈശോയുടെ അപ്പനെ കുറിച്ച് പറയുമ്പോഴും ഇതൊരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. ജോസഫ് നീതിമാനായിരുന്നു. നമ്മൾ ഓർക്കണം, നമ്മുടെ സമൂഹത്തിലൊക്കെ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുന്ന അനേകരെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ഒരു ചുമതല പിടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കൊള്ളരുതായ്മ കാണിക്കാവോ അതെല്ലാം കാണിച്ച് അടിച്ചു മാറ്റാൻ പറ്റുന്നത് മൊത്തം അടിച്ചു മാറ്റി പണത്തോടും അധികാരത്തോടും അധികാരം ഉപയോഗിച്ച് ചെയ്യാവുന്ന പ്രതികാരത്തോടും താല്പര്യം കാണിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും. അത് എല്ലാ തലങ്ങളിലും ഉണ്ട് താനും. ഇത്തരത്തിലുള്ള ജീവിതങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ നീതിയില്ലായ്മ, നീതികേട് എന്ന് പറയപ്പെടുന്ന കാര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അപ്പനും അമ്മയ്ക്കും അതില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പനും അമ്മയും നീതിനിഷ്ഠരായിരുന്നുവെങ്കിൽ ആ മക്കള് നീതിമാന്മാരായി ജീവിച്ചാൽ നമുക്ക് ചുറ്റുപാടും നമ്മുടെ ഇനി എൻ്റെ ജീവിതത്തിൽ നീതികേടുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ജീവിതത്തിൽ നീതികേടാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നീതിക്ക് വില കൊടുക്കുന്നുണ്ടെങ്കിൽ ആ നീതിയുടെ വില എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ അപ്പനും അമ്മയിൽ നിന്നുമാണ്. ഇത് കൃത്യമായും പഠിപ്പിക്കുന്ന ഒരു ജനനമാണ് സ്നാപയോഹന്നാന്റെ ജനനം. സ്നാപയോഹന്നാന്റെ ജനനത്തിൽ നിന്നാണ് നമ്മൾ വായിക്കേണ്ടത്. സ്നാപയോഹന്നാന്റെ ജനനം കൃത്യമായും അവതരിപ്പിക്കുന്ന ലൂക്കാ സുവിശേഷം 1:57 മുതൽ 60 വരെ 80 വാക്യങ്ങളൊന്നുമല്ല. അത് സ്നാപയോഹന്നാന്റെ ജനനത്തിന്റെ നരേഷനാണ്. സ്നാപയോഹന്നാൻ ജനിച്ചപ്പം നടന്ന കാര്യങ്ങളെ കുറിച്ച്, പേരിട്ട കാര്യത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ധ്യാനിക്കേണ്ടത് ലൂക്ക 1:6 സ്നാപയോഹന്നാന്റെ ജനനത്തിന് അറിയിപ്പുമായി ഗബ്രിയേൽ ദേവദൂതൻ സക്രിയായ്ക്ക് മുമ്പിൽ വരുന്നതിന് മുമ്പ് കൃത്യമായും ഈ സംഭവങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ ലൂക്കാ സുവിശേഷം രേഖപ്പെടുന്നത് ഇങ്ങനെയാണ്: ഹെറോദോസ് യൂദാ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്രിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അഹ്റോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. രണ്ടുപേരും ലേവി ഗോത്രമാണ് നാട്ടില് പുരോഹിത ഗോത്രം. എന്നിട്ട് അടുത്ത വരിയാണ് പറയുന്നത്, 1:6 പറയാണ്: അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നീതിപൂർവമല്ലായിരുന്നു സ്നാപകൻ പെരുമാറിയിരുന്നതെങ്കിൽ, സ്നാപകൻ നീതി കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളായിരുന്നുവെങ്കിൽ മരിക്കത്തില്ലായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ജയിലിൽ പോകത്തുമില്ലായിരുന്നു, അയാളുടെ ശിരസ് ഛേദിച്ച് കളയത്തുമില്ലായിരുന്നു, അയാളെ കൊന്നു കളയത്തുമില്ലായിരുന്നു. അയാൾക്ക് സുഖമായിട്ട് ജീവിക്കാം. വേണമെങ്കിൽ ഹെറോദോസിന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഒരാളാവാം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അയാൾക്ക് ഇങ്ങനെ അധികാര സ്ഥാനമാണ് അയാൾ ആഗ്രഹിച്ചത്. ഹെറോദിയെ വിവാഹം കഴിക്കുമ്പോൾ കെട്ടിക്കോ എന്ന് പറഞ്ഞ് നിന്നാൽ മാത്രം മതി. അയാളെ പിടിച്ച് ഹെറോദോസിനെ മന്ത്രിയാക്കിയാനെ, എല്ലാ അധികാരവും കൊടുത്തേനെ, എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയാനെ, കൈ നിറച്ച് പണം കിട്ടിയാനെ. ഇതൊന്നും വേണ്ടാന്ന് വെക്കാൻ നീതിയുടെ ഒരു നീതിയുടെ തട്ട്, ഒരു തുലാസ് ഉണ്ടെങ്കിൽ ആ നീതി എന്ന് പറയുന്നതിന് തൂക്കം കൊടുത്ത് ജീവിച്ചൊരു മനുഷ്യനായതുകൊണ്ട് മറ്റേതെല്ലാം നിഷ്പ്രയാസം തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോകാൻ സ്നാപകന് സാധിക്കുമായിരുന്നു. അതാണ് സ്നാപകന്റെ ക്വാളിറ്റി. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ചോദിക്കാവുന്ന ചോദ്യം ഇതാ: എന്നിട്ട് എന്ത് കിട്ടി? ജയിലിൽ കിടന്നു, കഴുത്തറുത്തു വന്നു, തീർന്നില്ലേ? ഇതാണോ പ്രാക്ടിക്കലി നമ്മൾ ജീവിക്കേണ്ടത്? നമ്മൾ പ്രാക്ടിക്കലായിട്ട് ജീവിക്കാനും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന ഒഴുക്കിനും ഒത്ത് നീന്താനായിട്ട് തുടങ്ങണമായിരുന്നു. ഒഴുക്കിനൊത്ത് നീന്താൻ തുടങ്ങും. ആരും മിണ്ടാതിരിക്കുന്നു. നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ നടക്കുമ്പോൾ ആരും മിണ്ടുന്നില്ല, ഞാനും മിണ്ടുന്നില്ല. ഇനി സ്തുതിപാഠകരെ നിന്നു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന കുറെ ആനുകൂല്യങ്ങൾ, സ്ഥാനമാനങ്ങൾ, സമ്പത്ത്, ഇത് കൈമോശം വരുന്നത് എന്തിനാ വെറുതെ?
അപ്പൊ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ കാണുമ്പോൾ മിണ്ടാതെ നിന്ന് കൊടുത്താൽ മാത്രം മതി. സപ്പോർട്ട് ചെയ്യണമെന്നോ സ്തുതി പാടണമെന്നോ ഒരു നിർബന്ധമില്ല. മിണ്ടാതെ നിന്ന് കൊടുത്താൽ തന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്ഥാനമാനങ്ങളും അധികാരങ്ങളും പണവും ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കല് നമ്മൾ എന്തിനാണ് വെറുതെ ജീവിതം റിസ്ക് ചെയ്യാൻ പോകുന്നത്? ജീവിതം ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സ്നാപയോഹന്നാന് പ്രധാനപ്പെട്ടത് ദൈവ തിരുസന്നിധിയിലെ നീതിയായിരുന്നു. ആണ് പറയുന്നത് ദൈവത്തിന്റെ മുമ്പിൽ നീതിമാൻ. കൃത്യമായിട്ട് ആ വചനം പറയുന്നത് എങ്ങനെയാണ്? സ്നാപയോഹന്നാന്റെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞ അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം അനുസരിക്കുക. അവർക്ക് അവരാണ് പ്രധാനപ്പെട്ടത്. എനിക്ക് ദൈവമാണ് പ്രധാനപ്പെട്ടത്, ദൈവം നിർദ്ദേശിക്കുന്ന നീതിയാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെയെങ്കിൽ എനിക്കിതെല്ലാം പുല്ല് വില കൽപ്പിച്ച് തള്ളിക്കളയാൻ സാധിക്കും എന്ന് ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്ന ആളാണ് സ്നാപകൻ. സ്നാപകന്റെ തിരുനാൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റും. സ്നാപകനോടുള്ള പ്രാർത്ഥനകളും സ്നാപകന്റെ സ്തുതിക്കാനുള്ള കുർബാനയും നമുക്ക് അർപ്പിക്കാൻ പറ്റും. ആ കുർബാനയെ പങ്കുചേരാൻ പറ്റും. പക്ഷേ സ്നാപകന്റെ ജീവിതം പഠിപ്പിക്കുന്ന പാഠം ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഇത് തെളിയിക്കേണ്ടത്, അപ്പന്റെയും അമ്മയുടെയും ക്വാളിറ്റി തെളിയിക്കേണ്ടത് നിന്റെ ജീവിതം കൊണ്ടാണ്. സ്നാപകൻ തെളിയിച്ചത് അങ്ങനെ. സ്നാപകൻ നീതിനിഷ്ഠനായി ജീവിച്ചുവെങ്കിൽ ആ ക്വാളിറ്റി അപ്പനും അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. ഇതെന്റെ ക്വാളിറ്റി അല്ലേ, എനിക്ക് അപ്പനും അമ്മയിൽ നിന്ന് കിട്ടിയ ക്വാളിറ്റിയാണെന്ന് സ്നാപകൻ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിക്കാൻ പറ്റാത്തവൻ, നീതിനിഷ്ഠയോടുകൂടി ജീവിക്കാൻ പറ്റാത്തവൻ, കിട്ടുന്നിടത്തെല്ലാം കൈയിട്ട് വരുന്നവൻ, അങ്ങനെയുള്ളവർ തെളിയിക്കുന്നത് എന്താണ്? എൻ്റെ അപ്പനും അമ്മയ്ക്കും ആ ക്വാളിറ്റി ഇല്ല എന്ന് തന്നെയാണ്. എൻ്റെ അപ്പനും അമ്മയ്ക്കും നീതി ഇല്ലായിരുന്നു എന്ന് തന്നെയാണ്. ഇതാണ് വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ സ്നാപകയോഹന്നാന്റെ ജനന തിരുനാൾ ഒരു ലിറ്റർജിക്കൽ ഇവന്റ് അല്ല. അത് കൃത്യമായും ഒരു സുവിശേഷ പാഠമാണ്, എ ഗോസ്പൽ ലെസൺ. ഒരു ലിറ്റർജിക്കൽ ഇവന്റ് ആയിട്ട് അതിനെ ചുരുക്കി കളയരുത്. ഇതൊരു ഗോസ്പൽ ലെസൺ ആണ്, ഒരു ഒരു സുവിശേഷ പാഠമാണ്. ഈ സുവിശേഷ പാഠമാണ് നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥനാപൂർവം കുറെ കൂടി വിചിന്തനത്തോടു കൂടി, കുറെ കൂടി ആത്മശോധന ചെയ്തുകൊണ്ട്, കുറെ കൂടി ആത്മവിമലിനീകരണം നടത്തിക്കൊണ്ട് നമ്മളുടെ നീതിക്ക് നിരക്കാത്ത എല്ലാ ചെയ്തികളെയും വിട്ടുപേക്ഷിച്ചിട്ട് സ്നാപകൻ ചെയ്തതുപോലെ നമ്മളുടെ നീതിനിഷ്ഠയുടെ ക്വാളിറ്റി വഴി എൻ്റെ അപ്പനും അമ്മയും നീതിയുള്ളവരായിരുന്നു, എൻ്റെ ദൈവം നീതിമാനാണ് എന്ന് നീതിസൂര്യനായ ക്രിസ്തുവിനെയാണ് ഞാൻ പിൻചെല്ലുന്നതെന്ന് ജീവിതം കൊണ്ടുറക്കെ പ്രഖ്യാപിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ നീതിമാനായ സ്നാപകൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അയക്കട്ടെ.